ഗോ ഡിവിഷൻ 2. യെസ്, ഡിവിഷൻ 2 ആണ്. ഓക്കെ, വേറെ ഒപ്പോണൻസ് കോഡ്. ഓക്കെ, അപ്പോൾ നമ്മളെ മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഹിയർ വി ഗോ. ബൂം. റൊണോ ബോയ് എന്ന പുള്ളിക്കാരൻ്റെ പേരുണ്ടായി. ഞാൻ പിന്നെ ശ്രദ്ധിച്ച റൊണോ ബോയ് വേഴ്സസ് റിച്ച് ബോയ്. അത് ശരി. അപ്പോൾ നമ്മളെ മാച്ച് ഹിയർ വി ഗോ. ഓക്കെ, മോഡ്രിച്ച്, റൊമാരിയോ, ഡെബ്രോയിന. എടാ ഫസ്റ്റ് തന്നെ അറ്റാക്ക്. കുലുസ്വേസ്കി. ഓ, നൈസ് റൺ. മോഡ്രിച്ച്, ഫെറർ, ഡെബ്രോയിന. ഓക്കെ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹിയർ വി ഗോ. കിമ്മിച്ച് ഒരു ലോങ് റേഞ്ചർ. എൻ്റെ മോനെ, ഫസ്റ്റ് ടൈം സ്റ്റണ്ണിങ് ഒക്കെ 4ാമത്തെ ഇഞ്ചിൽ. അതും നല്ല ഷോട്ടായിരുന്നു, പക്ഷേ കുറച്ച് ലോങ് ആയിപ്പോയി. ലോങ് അല്ല, കുറച്ചും കൂടി എന്താ പറയുക, പവർ കുറഞ്ഞുപോയി. നല്ല പവറിൽ റൈസിങ് ഒക്കെ ആണെങ്കിൽ അത് ഷുവർ ഗോളാണ്. അവിടെ നിന്ന് സ്റ്റണ്ണിങ് ആണ് അടിച്ച് ഹെഡ്. ഓക്കെ, നെയ്മർ. ഹെഡ് സ്റ്റണ്ണിങ് യൂസ് ചെയ്യുമ്പോൾ നല്ല ഉപകാരം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, ലൗട്ടാരോ. ഈസി ഫിനിഷ്. ഇറ്റ്സ് ലൗട്ടാരോ മാർട്ടിനസ്. കിട്ടില്ല റണ്ണ്. അടിപൊളി ഗോൾ. ലെറ്റ്സ് ഗോ. പിന്നെ അഗൈൻ റൊമാരിയോ. നമുക്ക് കിട്ടിയിട്ടുണ്ട്. കമോൺ, 1 more ഗോൾ. ഡിലോ. വേറെ ഓപ്ഷനൊന്നും ഇല്ല ഗൈസ്. ഡിയോ, കമോൺ ഗൈസ്. പ്ലേയിങ് ലൈക്ക് ഡെന്നിസ് ബെർണാഡ് ഗൈസ്. ഡെന്നിസ് ബെർണാഡിൻ്റെ ഗെയിം പ്ലേ എനിക്ക് ലേൺ ചെയ്യണം. ഓക്കെ, നൈസ് പാസ്. ഇറ്റ്സ് ഡിലോ. ടേൺ. അവിടെ എന്തോ ഓപ്ഷൻ ഇല്ലടാ. ടേൺ ചെയ്യാനും പറ്റൂല ഇവനെ വെച്ചിട്ട്. ഡിലോ ഭയങ്കര പാടാ. റൊമിയാണ് പിന്നെയും നോക്കായിരുന്നു. ഓക്കെ, ഡിലോ. നൈസ് ടേൺ. ക്രോസ്. കോർട്ടോ ഭയങ്കര നീളമാണ്. എന്ത് ചെയ്യാനാ. കുലുസ്വേസ്കി, റൊമാരിയോ, മോഡ്രിച്ച്. ഓ, നൈസ് പാസ്. റാഫേലിയോ. ഓക്കെ, റാഫേലിയോ. പക്ഷെ നമ്മൾ ഈസി ആയിട്ട് എടുത്ത്. ഓക്കെ, ഇറ്റ്സ് മോഡ്രിച്ച്. ലോങ് പാസ്സാ. നൈസ്. റൊമാരിയോ, അനദർ. ഓ, സ്റ്റണ്ണിങ് വീണ്ടും. ലോങ് റേഞ്ചറിൻ്റെ ആളാന്ന് തോന്നല്ലോ ഗൈസ്. ഇപ്പം തന്നെ 2 സ്റ്റണ്ണിങ് ചെയ്ത്. പിന്നെ ഹെഡിന് നേരത്തെ സ്റ്റണ്ണിങ് യൂസ് ചെയ്ത്. ഇവൻ സ്റ്റണ്ണിങ്ങിൻ്റെ കൊണാൻഡറാന്ന് തോന്നുന്നു. പറയാലോ അങ്ങനെ. ബ്രോയിന, കിമിച്ച്, അനദർ സ്റ്റണ്ണിങ്. ഓ എടാ, ഇതെന്താണ് ലോങ് റേഞ്ചർ ഫുൾ സ്റ്റണ്ണിങ്. അതാ ഇത് എന്തെന്നാണ് എൻ്റെ ഡിഫൻസ്. ഒരു മാൾഡീനൊക്കെ ഉണ്ട് ഗൈസ്. പക്ഷേ ഞാൻ എന്തോ ഭയങ്കര കഷ്ടപ്പെടുന്ന പോലെ ഇവരൊക്കെ വെച്ചിട്ടും. നല്ല ഡിഫൻസ് ഉണ്ട്, പക്ഷെ എന്നാലും ഞാൻ കഷ്ടപ്പെട്ട് മാനുവൽ വരെ പഠിച്ച്, എന്നിട്ട് പോലും കാര്യമില്ലാത്ത പോലെ. പക്ഷെ നല്ല ഡിഫെൻഡിങ് ആണ് ഇപ്പം. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മോഡ്രിച്ച്, അനദർ ലോങ് റേഞ്ചർ. എൻ്റെ മോനെ, വെടികൊണ്ട കണക്കട വരുന്നേ. ഓ എടാ, ഇങ്ങനത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഗോളി തട്ടിയത് എങ്ങോട്ടാ പോവാന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഗൈസ്. അൺപ്രഡിക്റ്റബിൾ ആയിട്ടാണ് പോവുക. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചാൻസ് ഉണ്ടാവും. ഈസി ഗോളും അടിക്കും. ഓക്കെ, റൊമാരിയോ. അത് എന്തിട്ട് വേണടാ. അതൊക്കെ റൊമാരിയോ ഒക്കെ ഉണ്ടായി കഴിയും ഗൈസ്. ഒരുമാതിരി ഫെനോമിനൽ ഫിനിഷിംഗ് ആണ്. ഈ കാർഡിനൊന്നും ഉണ്ടാവില്ലല്ലോ. ടേണൊന്നും ചെയ്യണ്ട, അതിന് മുമ്പ് അങ്ങ് ഷൂട്ട് ചെയ്ത ഗോളാണ്. ലൗട്ടാരോ, കമോൺ. നൈസ്. ലൗട്ടാരോ, പാസ്. ഡിയോങ്ങിന് കൊടുത്താൽ മതിയായിരുന്നു. എടാ, ഇവനിപ്പോൾ എത്ര സ്റ്റണ്ണിങ് അടിച്ച? 5 4? ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറേ സ്റ്റണ്ണിങ് അടിച്ചാലേ. റൊമാരിയോ, അനദർ സ്റ്റണ്ണിങ്. പക്ഷേ എടി, ഇവ സ്റ്റണ്ണിങ്ങിൻ്റെ ആളാല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരെപ്പോ കളിക്കാൻ ഭയങ്കര എന്തോ ഒരു വെറുപ്പിക്കൽ പോലെയാണ് ശരിക്കും. സ്റ്റണ്ണിങ് വെറും ചെയ്തുകൊണ്ട് നിൽക്കൽ, അതേപോലെ സ്റ്റണ്ണിങ് ക്രോസ്, വെറും ക്രോസ് പാമിങ്. സത്യം പറഞ്ഞാൽ എനിക്ക് അതൊരു ടാക്ടിക്സ് തന്നെയാണ്, പക്ഷെ എനിക്കെന്തോ കളിക്കാൻ വലിയ താല്പര്യമില്ല അവരോട്. അങ്ങനെ പറഞ്ഞാൽ ഭയങ്കര വെറുപ്പിക്കൽ പോലെയാണ്. ഹാഫ് ടൈം ആയിട്ട് ഞാൻ ഒറ്റ ഷൂട്ട് അങ്ങോട്ട് ചെയ്തുള്ളൂ, അത് ഗോൾ അടിച്ചു. പക്ഷെ അത് ഈസി ചാൻസ് ആണ്. 8 ഷോട്ടടാ ഫസ്റ്റ് ഹാഫിൽ. 8 ഷോട്ട്. എൻ്റെ മോനെ, കുറച്ചും കൂടി ഒന്ന്. എൻ്റെ വൈഫൈ എന്തോ പ്രശ്നമുണ്ട്, അതും കൂടി ഇല്ലെങ്കിൽ സെറ്റാണ്. ഓക്കെ, ലൗട്ടാരോ. ഇത് എടാ, ലൗട്ടാരോ തിങ്സ് ഗൈസ്. ലൗട്ടാരോ കാണാൻ അധികം ആ പ്രശ്നം വരുന്നത്. ഇവിടെ ബാക്കിലേക്കൊക്കെ പോകുന്നത്. നെയ്മർ, ഈസി. നെയ്മർ ജൂനിയർ എവരിബഡി. ഈസി ഗോൾ. അടിപൊളിയായിരുന്നു. എനിക്കെന്തോ പണ്ടേ നെയ്മറിൻ്റെ ഗോൾ ഇങ്ങനെ അടിക്കുന്ന കാണാനും അടിക്കാനൊക്കെ ഭയങ്കര എന്തോ ഒരു അഡിക്ഷൻ പോലെയായിരുന്നു ആദ്യം. ഇപ്പോൾ പിന്നെ കുറവാണ്. ഇപ്പോൾ നെയ്മറിന് അങ്ങനെ യൂസ് ചെയ്യില്ല. ഇനി അങ്ങോട്ട് യൂസ് ചെയ്യും കഴിച്ച്. ഇനി എൻ്റെ മെയിൻ സ്ക്വാഡിലുണ്ടാവും. എപ്പോഴും വെച്ചിട്ടൊന്നുമില്ല, ഭാഗ്യം. എടാ
ഗൈസ് കീപ് കാം, അതായിരിക്കണം നമ്മൾ. കണ്ടാ ഇത്രയേ ഉള്ളൂ, ഇത്ര സിമ്പിളായിട്ട് കളിക്കാം. സിമ്പിൾ ബട്ട് പവർഫുൾ, അങ്ങനെ കളിക്കണം ശരിക്കും. ഓക്കെ, ഈസി, നൈസ്. എങ്ങനെയുണ്ട് ബിൽഡപ്പ്? കൊടുക്കും, കമോൺ. ഞാൻ കൊടുത്താൽ മതിയായിരുന്നു അവിടെ ലൗട്ടയറൊക്കെ. ഈസി എടാ, കിട്ടിയില്ല. കമോൺ. ഞാൻ അവൻ്റെ ഡിഫെൻസ് നല്ലോണം നോക്കി പഠിക്കുന്നുണ്ട് ഇപ്പം. കുലുസ്വേസ്കി എൻ്റെ അടി, ഇതാണ് ഞാൻ പറഞ്ഞത്. കിട്ടി അടി, ഇതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവം ഇത്. ഭ്രാന്തങ്ങാണ്ട് കയറി വരുവാടാ. പക്ഷേ കിട്ടില്ല, ഷൂട്ടാണ്. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നതല്ല. പക്ഷേ അതെന്താ വെച്ചാൽ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സെക്കൻഡ് റീബൗണ്ട് കിട്ടുന്നുണ്ടാ, അതെനിക്ക് ഭ്രാന്ത് പിടിക്കൂടാ, എന്താ അറിയില്ല. റുമിയും എംബാപ്പയും ഇട്ടാ ഗൈസ്. അപ്പം നമ്മൾ 3-3 ആക്കിയിട്ടുണ്ട്, അല്ല 2-2 ആക്കിയിട്ടുണ്ട്. കിടിലൻ കളി ഗൈസ്. ഞാനാകെ അറ്റാക്ക് ഇൻസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ഇത് മാത്രമാണ്, ആങ്കറിങ് മാത്രമാണ്. 2 ആങ്കറിങ് എൻ്റെ 2 CF കൊടുക്കും. 2 CF ആയതുകൊണ്ട് 1 CF ആണെങ്കിൽ ഞാൻ എന്തായാലും ആങ്കറിങ് കൊടുക്കില്ല, കാരണം അവിടെ ആങ്കറിങ് പറ്റൂല ശരിക്കും 1 CF. അതിനെക്കുറിച്ച് വീഡിയോ ആണെങ്കിൽ പറഞ്ഞു, ഞാൻ ചെയ്തു തരാം. ഓക്കെ, റുഡിഗർ, അതെയോ മൾഡിനി, കമോൺ. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പുറത്തേക്കാണ്, പക്ഷെ അങ്ങോട്ടാ പോയത്. കുഴപ്പമില്ല. ഓക്കെ, ഇറ്റ്സ് എംബാപ്പെ, കമോൺ. ഇറ്റ്സ് റൂമി, ഫിനിഷ്. ഇറ്റ്സ് റൂമിനെ, യെസ്. ഗോളാസോ ഗൈസ്. ഇവൻ്റെ സ്പാമിങ് ഇനി വിടൂലടാ പട്ടി, ഇനി വിടൂല. ഊട്ടുക്കത്തെ സ്പാമിങ് ആണ്, സ്റ്റണ്ടിങ്ങിൽ ഒട്ട പോലത്തെ. ലാസ്റ്റത്തെ ഗോള് കിട്ടില്ല, ഷോട്ടാണ്, പക്ഷെ ഒന്നും പറയാനൊന്നുമില്ല. നമുക്ക് ചെയ്യാൻ കഴിയായിട്ടല്ല ഗൈസ്, പക്ഷെ ഇത് അപ്പുറത്ത് ബഗ് യൂസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഒന്നും എന്തോ ഭ്രാന്ത് പിടിക്കും. സ്റ്റണ്ടിങ് എന്ന് പറഞ്ഞാൽ ശരിയായൊരു ബഗ് തന്നെയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം നമ്മളെന്തായാലും യെസ് 3-2 കളി ജയിക്കും തോന്നുന്നു. ഇനിയിപ്പോൾ ഒരു മിനിറ്റിലോ സെൻറ്ററിൽ നിന്നൊക്കെ അടിച്ച് കയറ്റും ഇപ്പോൾ സ്റ്റണ്ടിങ് എന്നും പറഞ്ഞു. മാങ്ങ എവേർട്സ്, മോഡ്രിച്ച് പോലെ എടാ പോയി. ഓ ഓക്കേ, അവനത് എടുത്തുണ്ടായിരുന്നു. നല്ല പ്ലെയർ ആട്ടോ. ഡിവിഷൻ 2 ഗൈസ്. എനിക്ക് ഡിവിഷൻ 2ഉം ഡിവിഷൻ 1ഉം അത്യാവശ്യം നല്ല പ്ലേയേഴ്സിനെ കിട്ടല്ലേ. പക്ഷേ ഡിവിഷൻ 3 വരുമ്പോൾ എൻ്റെ പൊന്നോ മടുത്തോ. ഞാനിപ്പം നല്ല രീതിയിൽ റാങ്കുഷായി വരുന്നതാണ്. 959 നമുക്കിനി ആകെ വേണ്ടത് 41 മാത്രമാണ്. നമുക്ക് നോക്കാം, കിട്ടുമോ നോക്കാം. കിട്ടിയില്ല പോട്ടെ, അടുത്ത ഫേസിൽ നോക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. നെക്സ്റ്റ് വീഡിയോ, ബൈ.